പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനാ യജ്ഞത്തിലേക്ക് കർത്താവായ യേശുവിൻ്റെ അതുല്യമായ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവത്തോട് വലിയ നന്ദിയും സ്നേഹവും കരുണയും നമ്മുടെ ഹൃദയങ്ങളിൽ രൂപപ്പെടുന്നുമുണ്ട്. ഈ കാലഘട്ടത്തിന് ഒരുപക്ഷെ മാനവകുലത്തിന് ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ദൈവ കരുണ. ദൈവത്തിൻ്റെ പേര്, ദൈവത്തിൻ്റെ നാമം കരുണ എന്നാണ് മാർപ്പാപ്പ നമ്മളെ പഠിപ്പിച്ചത്. ദൈവകരുണയുടെ അപ്പസ്തോലയാകാൻ ദൈവം തെരഞ്ഞെടുത്ത വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ 20-ാം നൂറ്റാണ്ടിൽ ദൈവം വെളിപ്പെടുത്തിയ അതുല്യമായ ഈ ദൈവിക സന്ദേശത്തെ ധ്യാനിച്ചുകൊണ്ട് നാം ദൈവകരുണ ലോകം മുഴുവൻ്റെ മേലും വർഷിക്കപ്പെടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണല്ലോ. വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ തിരുവചനം ഞാൻ വായിക്കുകയാണ്. കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാവും, എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു. അപ്പസ്തോലനിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കും. കാരുണ്യം വിധിയെ അതിജീവിക്കും. ഈ ലോകത്തിൽ ദൈവനീതി നടപ്പിലായാൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ കീഴിലായ നാം, ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്തവരായി നാം ഒന്നടങ്കം ആബാലവൃദ്ധം സകലരും നശിച്ചു പോകാനുള്ള സാധ്യത, നശിച്ചു പോകും എന്ന യാഥാർത്ഥ്യം നമ്മുടെ കൺമുമ്പിൽ ഭയാനകമായി നിലനിൽക്കുന്ന സത്യമാണ്. നമുക്ക് ജീവിച്ചിരിക്കാൻ അനുവാദമില്ല. കാരണം നാം അത്രമേൽ പാപികളാണ്. ഈ ലോകം പാപത്തിൻ്റെ പിടിയിലാണ്. പാപം ദൈവനീതി നടപ്പിലാക്കാൻ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എല്ലാ പാപങ്ങളും പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്നുണ്ട്. ഒരുപാട് മനുഷ്യരുടെ കണ്ണുനീരും നിലവിളിയും അതുപോലെ തന്നെ അനീതിക്കും അക്രമത്തിനും ഇരയാക്കേണ്ടി വരുന്ന മനുഷ്യരുടെ നിലവിളികളുമെല്ലാം നമ്മുടെ കൺമുമ്പിലുണ്ട്. പാപം അതിൻ്റെ പ്രതികാരത്തിനായി നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ ലോകത്ത് എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടു അവിടെയെല്ലാം അമ്മ പറഞ്ഞത് വലിയ ശിക്ഷാവിധികളും ദുരിതങ്ങളും ദുരന്തങ്ങളും പാപത്തിൻ്റെ ഫലമായി ലോകത്തിലേക്ക് വർഷിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ അനുതാപത്തിലേക്കും പ്രാർത്ഥനയിലേക്കും തിരിയണം എന്നാണ്. ദൈവകരുണയുടെ അപ്പസ്തോലയായി ദൈവം തിരഞ്ഞെടുത്ത പോളണ്ടിൽ നിന്നുള്ള കന്യാസ്ത്രീയായിരുന്ന വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തി, നിങ്ങൾ എൻ്റെ കരുണയുടെ വാതിലിലൂടെ കടന്നു പോകുന്നില്ലെങ്കിൽ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും. ഞാൻ ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ കൺമുമ്പിലേക്ക് വെക്കുന്നത് എത്ര ഭയാനകമായ ഒരവസ്ഥയിലൂടെയാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ ഇനി അവകാശവാദങ്ങളൊന്നും തന്നെയില്ല. നമുക്ക് അവകാശം പറയാൻ, നമുക്ക് അവകാശവാദങ്ങൾ പറയാൻ പറ്റാത്ത വിധത്തിൽ അത്രമേൽ നാം ദൈവനിഷേധത്തിന് വിധേയരായി അല്ലെങ്കിൽ ദൈവനിഷേധം നടത്തിക്കൊണ്ട് ജീവിക്കുകയാണ്. നമ്മൾ ഒറ്റപ്പെട്ട വ്യക്തികൾ എന്ന നിലയിലും ഒരു സമൂഹം എന്ന നിലയിലും ദൈവം തിരഞ്ഞെടുത്തൊരു ജനതയെന്ന നിലയിലും ഒക്കെ നമ്മുടെ ഉദ്ദേശങ്ങളും പദ്ധതികളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുന്നതില്ല. ആർക്കും അതിന് കഴിയില്ല. വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിക്കുന്നത് നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല എന്നാണ്. എല്ലാവരും ഒന്നടങ്കം വഴിതെറ്റിപ്പോയി, എല്ലാവർക്കും തെറ്റുപറ്റി, തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി, ലോകം മുഴുവൻ പാപത്തിന് അടിമയാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. ഇങ്ങനെ പല വചനങ്ങൾ പലയിടങ്ങളിൽ ആവർത്തിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മുഴുവൻ നമ്മൾ ഭയാനകമായ ഒരു ശിക്ഷാവിധി ഏറ്റുവാങ്ങാൻ യോഗ്യരാണ് എന്നുള്ളതാണ്. ദൈവം കാലസമ്പൂർണതയിൽ തൻ്റെ പുത്രനെ ലോകത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിനായി അയച്ച് കാൽവരിയുടെ കുരിശിൻ്റെ നെറുകയിൽ നമ്മുടെ പാപപരിഹാരത്തിനായി അവൻ തൂങ്ങിക്കിടന്ന് നമുക്ക് വേണ്ടി മരിച്ച് പരിഹാരം ചെയ്ത് അനന്തമായ ദൈവത്തിൻ്റെ കരുണയും ക്ഷമയും നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു നിക്ഷേപമായി കിടക്കുമ്പോഴും ആ കരുണയെ
നമ്മൾ വാങ്ങിയെടുക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ വലിയ ഒരു പരാജയമാണ്. വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നത് ഈ സൂപ്പർ അബണ്ടൻസ് എന്ന ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കും. സൂപ്പർ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ പാപികളുടെയും എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി ആ പാപങ്ങളെ അതിജീവിക്കാൻ ഉതകുന്ന വലിയ ക്ഷമയും കരുണയും വിമോചനവും യേശുവിലുണ്ട്. അതുമാത്രമല്ല, ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അതിനേക്കാളും അധികം, അതായത് ലോകത്തുള്ള എല്ലാ പാപികൾക്കും സമ്പൂർണമായ മോചനം കൊടുക്കുന്നതിന് വേണ്ടി അത്രയും സഫിഷ്യൻ്റായത് മാത്രമല്ല, സൂപ്പർ അബണ്ടൻ്റ് ആണ് ഗ്രേസ്. എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ലോകത്തിലുള്ള പാപമോ ഇനി ലോകം മുഴുവൻ ചെയ്തതും ചെയ്യാണ്ടിരിക്കുന്നതുമായ പാപമോ ആ പാപത്തിൻ്റെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് മടങ്ങ് അധികം പാപത്തിൻ്റെയോ ഒക്കെ പരിഹാരത്തിന് പര്യാപ്തമായ കരുണയുടെ നിക്ഷേപം, കൃപയുടെ നിക്ഷേപം യേശു നേടി തന്നിട്ടുണ്ട്. എനിക്ക് തോന്നാറുണ്ട്, നമുക്ക് സത്യത്തിൽ ഒറ്റ പ്രാർത്ഥനയ്ക്ക് അവകാശമുള്ളൂ. ദൈവമേ, എന്നോട് കരുണയായിരിക്കണേ. കരുണയ്ക്ക് നിങ്ങൾക്ക് ഒരു യോഗ്യതയും വേണമെന്നില്ല. നിങ്ങൾക്ക് കൃപ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. വിശ്വാസം വഴി കൃപ. എന്നാൽ കരുണയ്ക്ക് നിങ്ങളുടെ യാതൊരു യോഗ്യത ആവശ്യമില്ല. ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ കരുണയ്ക്ക് വേണ്ടി ചോദിക്കുക എന്നുള്ളത്, കരുണയ്ക്ക് വേണ്ടി യാചിക്കുക എന്നുള്ളത്. ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞ മനോഹരമായൊരു ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ ഇതായിരുന്നു: നിന്റെ പാപങ്ങളെക്കാളധികം എന്നെ സങ്കടപ്പെടുത്തിയത് നീ എന്നിൽ ആശ്രയിക്കാത്തതാണ്. അതായത് നീ എന്നിൽ ആശ്രയിച്ചാൽ നിന്റെ പാപങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട്. അതുകൊണ്ട് ദൈവകരുണയിലേക്ക് തിരിയുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ചെയ്യേണ്ട പ്രഥമവും പ്രധാനവുമായ മറന്നു പോകരുതാത്ത മഹത്തായ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തം നമ്മൾ മറന്നുപോയാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കണക്ക് കൂട്ടാൻ പോലുമുള്ള ഒരു കഴിവ് നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും, ഈ കരുണയുടെ തിരുനാളിൽ മാത്രമല്ല, ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് യേശു നമുക്ക് വേണ്ടി നേടിത്തന്ന ഈ രക്ഷ വാങ്ങിയെടുക്കാനുള്ള ബാധ്യതയുണ്ട്. നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലി ഈശോയുടെ ദൈവത്വവും ഈശോയുടെ ജീവനും ഈശോയുടെ ആത്മാവും ദൈവത്വവും ശരീരവും എല്ലാം, ശരീരവും രക്തവും എല്ലാം പിതാവിന് സമർപ്പിച്ചുകൊണ്ട് ഈശോ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ആ മധ്യസ്ഥ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ പിതാവേ, ഞങ്ങളോടും ലോകം മുഴുവൻ്റെ മേലും കരുണയാവണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവകരുണ വർഷിക്കപ്പെടും. കരുണയ്ക്ക് വേണ്ടി നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ടതില്ല, ചോദിക്കുക. കാരണം ഈ കരുണ നമ്മുടെ തലയ്ക്ക് മുകളിൽ കാൽവരി കുരിശിലെ ബലിയർപ്പണത്തിലൂടെ ഇതാ സമാഹരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കരുണയുടെ വാതിലിലൂടെ കടന്നു പോകുന്നില്ലെങ്കിൽ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് ഓർമ്മപ്പെടുത്തൽ ഗൗരവമുള്ളതാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ മതത്തിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനും വേണ്ടി, യേശുവിനെ അറിഞ്ഞവരും അറിയാത്തവരുമായ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി ഈ നാളുകളിൽ ഹൃദയം നൊന്ത് നാം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, നിശ്ചയമായും നമ്മുടെ പൂർവികർക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയെല്ലാം നമുക്ക് കരുണ അപേക്ഷിക്കണം. നമുക്ക് വേറെ ഒരു വഴിയും നമ്മുടെ മുമ്പിലില്ല. ആകെ കൂടി നമ്മുടെ മുമ്പിൽ ഇതാ പ്രതീക്ഷയുടെ ഒരു വാതിൽ മാത്രമേ ഉള്ളൂ. അത് യേശുവിലൂടെ നമുക്ക് കൈവന്ന രക്ഷയും ആ രക്ഷ വാങ്ങിയെടുക്കാൻ നാം നടത്തേണ്ട ദൈവകൃപയോട് സഹകരിച്ചുള്ള പ്രവർത്തനങ്ങളും. കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കുക എന്നതല്ലാതെ മാനവകുലത്തിൻ്റെ മുമ്പിൽ ഇനി അതിജീവനത്തിന് മറ്റൊരു വഴിയില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. വലിയ ഒരു കൃപയോടെ, ഹൃദയം നൊന്ത് അനുതാപത്തോടെ ലോകം മുഴുവനും വേണ്ടി നമുക്ക് ഈ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരുണ സ്വീകരിച്ച് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മിശിഹാ കർത്താവേ,
കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കരുണയുടെ ജപമാലയിൽ ഭാരതത്തെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തിനു വേണ്ടിയും ഭാരത സഭയ്ക്ക് വേണ്ടിയും ഈശോയുടെ കരുണ യാചിച്ചുകൊണ്ട് ഈ കരുണയുടെ ജപമാല അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്തി സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം
ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവീശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ
ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങേ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് കാഴ്ചയായി സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും
ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.